ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ലഞ്ച് തയ്യാറാക്കാം. അയില മുളകിട്ടതും അയില ഫ്രൈയും തോരനൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. അതിനായിട്ട് ഞാനിവിടെ അയില ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 അയിലയാണ് എടുത്തിരിക്കുന്നത്. ഇടയൊന്ന് വരഞ്ഞതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കണം. ഇവിടെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചാലിച്ചെടുത്തതിന് ശേഷം മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ആയിട്ട് വെക്കണം. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ തോരന് ആവശ്യമുള്ള ബീട്രൂട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി നുറുക്കിയതും എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാൻ 3 പച്ചമുളക് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. തോരനാകുമ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ആയിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് മീൻ മുളകിട്ടതാണ്. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ കളർ ആകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. 7 ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ, പൊടി കരിയാനായിട്ട് പാടില്ല. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പീസ് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കേണ്ടതാണ്. പുളിയും കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മസാലയിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഈ മീൻകറി തയ്യാറാക്കുന്നത്. വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാനായിട്ട് വളരെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. വെള്ളം ചേർത്തതിന് ശേഷം ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് തിള വന്ന് തുടങ്ങണം. ഇവിടെ തിളയൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അയല മീൻ വെച്ചിട്ടാണ് കേട്ടോ മീൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറിക്ക് നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് അല്പം കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി ഒന്ന് കുറുകി വരാനായിട്ട് വളരെ കുറച്ച് സമയം ഫ്ലെയിം തീരെ കുറച്ചിട്ട് കുക്ക് ചെയ്യാം. ഇവിടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ അയലക്കറി നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീട്രൂട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം എളുപ്പത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കാരണം അടിയിൽ കിടക്കുന്ന മുളകൊക്കെ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുക്കായി കിട്ടാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണക്കൊക്കെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബീട്രൂട്ടിന് അത്യാവശ്യം വേവുള്ളതാണ്. ഇനി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അല്പം കൂടി വേവുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ അളവ് കുറവായതിനാൽ വളരെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഒരുപാട് ഡ്രൈ ആകുന്നവരെ കുക്ക് ചെയ്യുന്നെടുക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം തീരെ കുറച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. 1-2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബീട്രൂട്ടൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ. ഇനി അല്പം കൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയലമീൻ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മസാല പുരട്ടിയിട്ട് മീൻ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനിൽ മസാല നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓവറായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ ലഞ്ചിനുള്ള കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയില മുളകിട്ടതാണ്, പിന്നെ അയില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് അച്ചാറാണ്. ഇത് നെത്തോലി മീൻ അച്ചാറാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ചോറ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്തു. ഇതിലേക്ക് ആദ്യം നമുക്ക് അച്ചാർ വെച്ച് കൊടുക്കാം. ഇനി അയില ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തോരൻ വിളമ്പാം. ഇനി വിളമ്പുന്നത് അയില മുളകിട്ടതാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.